ഗ്രേസ്, പക്ഷേ ഇത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ റിയാക്ഷൻ ഷോട്ട്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിസിക്കലി അവിടെ ഒരു ആക്ടർ പ്രസന്റ് ആവണം നിർബന്ധമില്ല. അവിടെ ചിലപ്പോൾ ഒരു കൈ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കാം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം. പക്ഷെ അവരെ നോക്കിയിട്ട് നമ്മൾ ഇതേ റിയാക്ഷൻ ഇടണം. അതെങ്ങനെ വർക്ക് ആവും? അതും നാച്ചുറലായിട്ട് അത് വരണ്ടേ? അതിനെന്താ ചെയ്യുക? അത് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനേക്കാൾ മുന്നേ ആയിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്, അയാൾക്കും അറിഞ്ഞെന്ന് വരില്ല ആ ഷോട്ട്. അപ്പം പ്രസന്റ് ആയിരിക്കും അവിടെ. മറ്റേ ആക്ടർ അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഡയറക്ടറോട് ചോദിക്കുക മുന്നേ എന്താണ് എടുത്തിരിക്കുന്നത്, ആക്ടർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണാൻ പറ്റുമോ ഷോട്ട് എന്നൊന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ആക്ടേഴ്സ് അവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ഫുൾ പ്ലേ വൈഡിലൊന്ന് പോകുമല്ലോ, അത് മാസ്റ്റർ എടുത്ത് പോകുമല്ലോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ക്ലോസ് വരുമ്പോൾ ചില ആക്ടേഴ്സ് പറയും മാസ്റ്ററിൽ കുറച്ച് കൊടുത്താൽ മതി, ക്ലോസിൽ വരുമ്പോൾ നന്നായിട്ട് അഭിനയിക്കാന്ന്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. മാസ്റ്റർ ആയിരിക്കും എപ്പോഴും നമ്മൾ നന്നായിട്ട് കൊടുക്കേണ്ടത്. ക്ലോസ് അതിനേക്കാളും ബെറ്റർ ആയാൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ എന്താ ചെയ്യണേന്ന് നമ്മൾ, അതല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് പോലെ വരില്ലേ, മാസ്റ്റർ ലൈറ്റ് കൊടുത്തിട്ട് അവരങ്ങ് മാറി കഴിയുക. അത് നമ്മുടെ മറ്റേ കലോത്സവത്തിനൊക്കെ ചെയ്തതോ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ ഓക്കെയാണ്. പക്ഷെ അത് ഞാൻ എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും. ആക്ടർ എന്താ ചെയ്യണമെന്ന് അറിയും, അല്ലെങ്കിൽ പോയിട്ടൊന്ന് എന്താ ചെയ്തേക്കണമെന്ന് മോണിറ്ററി കാണും. അങ്ങനെയാണ് ചെയ്യുക കൂടുതലും. ഈ കലോത്സവത്തിന് ചെയ്യുന്ന സമയത്ത് ഈ ജസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെയിൻ സ്റ്റേജിന്റെ അവിടെ ഇവിടെയൊക്കെ വല്ല വാഴത്തോപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിറക് പൊരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇത് ചെയ്ത് നോക്കൂല്ലോ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും റിയാക്ഷനൊക്കെ കുറച്ചിട്ടാൽ മതി, അഭിനയം ഒന്നും അധികം കാണിക്കണ്ട. അപ്പോഴത്തെ ആൾക്കാർ ഈ കുട്ടി ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ സ്റ്റേജ് കയറുമ്പോൾ തകർക്കാം. ശരി, അത് തന്നെ. പക്ഷെ ചില ആക്ടേഴ്സിന് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഒരു രീതിയായിരിക്കും, വർക്കിംഗ് സ്റ്റൈലായിരിക്കും. അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെൻ വി ഡു കോമഡിയാണ് അപ്പോഴാണ് ഏറ്റവും പാട്. എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയണ ഒരു ഇമ്പാക്റ്റ് നമ്മളിൽ വന്നാലേ ആ ഹ്യൂമറോടെ വർക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങിയിൽ ഞാൻ ബാറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഫാഫ കൊടുക്കുന്ന റിയാക്ഷനാണ് അതിൻ്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫാഫ പോയി ആ മൂലയിൽ നിൽക്കുമ്പോഴാണ് ആ റിയാക്ഷനിലാണ് നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. സോ അങ്ങനെ അപ്പോൾ അവിടെ ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല തിയേറ്ററിൽ ചിരി വരുമെന്ന്. ഞാൻ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ അവിടെ നടക്കുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൊമെൻ്റാണെന്ന് വിചാരിച്ചത്. പക്ഷേ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി വന്നതാണ് പുള്ളി പോയ മൂലയ്ക്ക് നിന്നിട്ട് എൻ്റെ ഒരു റിയാക്ഷൻ ഇങ്ങനെ വായും പൊളിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയില്ല നമ്മൾ ചെയ്യണ സമയത്ത് എവിടെയാണ് ചിരി വരിക, എവിടെയാണ് ക്ലാപ്സ് കിട്ടുക എന്ന് ഒട്ടും നമുക്ക് ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഹ്യൂമർ ചെയ്യുമ്പം നമ്മളൊരു കോമ്പറ്റീഷൻ മൈൻഡ് വെക്കാതെ മറ്റേ ആക്ടറിനെയും ഗ്രോ ചെയ്യാൻ അനുവദിക്കുക. എന്നാൽ മാത്രമേ ആ സീൻ നന്നാവുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ നിവിൻ ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നീ ചെയ്യും. അപ്പം അതങ്ങനെ ബിൽഡായി വരും ആ ഓരോ സീനും. നമ്മുടെ സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. വിനയ് ഫോർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഭയങ്കര അടിപൊളി ആക്ടറാണ്. ഞാനിപ്പം അവറാച്ചൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കണ വിനയേട്ടൻ്റെ ഒരു ക്യാരക്ടറേ അല്ല അവറാച്ചൻസിൽ. പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ചില മൊമെൻറ്റ്സ് നമുക്ക് ചില ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ റിയാക്ഷനും മാറി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അറിയാതെ ആ ക്യാരക്ടർ ഒരു ഡെവലപ്പ് ആവുന്നൊരു എവോൾവ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് കോമഡി ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഇപ്പോൾ ഞാൻ കോമഡി ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ആയത് നന്നായി, ഐ മീൻ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയത് നന്നായി. കാരണം നമുക്കൊരു സെറ്റ് ഓഫ് ഒരു ഗോൾഡൻ എറ ഉണ്ട് ഹ്യൂമർ എടുത്ത് അമ്മാനമായിട്ടിരുന്ന ആൾക്കാർക്ക്. പക്ഷേ അവർക്കൊന്നും ആ സമയത്ത് അവർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ വേണ്ട വിധത്തിലുള്ള റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ പക്ഷേ ഗ്രേസ് ചെയ്യുന്ന ഓരോ ഹ്യൂമർ രംഗത്തിനും ഇപ്പോൾ നാഗേന്ദ്ര ഹണിമൂൺസ് എന്ന് പറയുന്ന ആ വെബ് സീരീസ് വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ ഗ്രേസിൻ്റെ പോർഷൻ മാത്രം ആളുകളെടുത്ത് സെലിബ്രേറ്റ് ചെയ്തു. ഒരുപാട് പേര് അതിനെപ്പറ്റി റിവ്യൂ എഴുതി, ഒരുപാട് പേര് ഗ്രേസിനോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന് ഗ്രേസ് ഇപ്പോൾ ഹ്യൂമർ ചെയ്യുന്നത് ഈ സമയം നന്നായി, റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ വന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കെപ്പോഴും തോന്നിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നോ എനിക്കൊരു ഉൾവിളിയുണ്ട്, ദിസ് ഈസ് യുവർ ടൈം, പോയി അങ്ങോട്ട് പൊളിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. എൻ്റെ സമയമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടേതാണ്, ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ മാറിക്കൊടുക്കേണ്ട സമയത്ത് മാറിക്കൊടുക്കുക, അടുത്ത ആൾ വരും. അപ്പോൾ ആ സമയം വരെ
ഇൻസ്പയർ ചെയ്യുന്നതിലുപരി നമുക്കൊരു എക്സാമ്പിൾ ആവാൻ പറ്റുമല്ലോ. അപ്പം എന്നെ പോലുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ടിപ്പിക്കൽ ഹീറോയിൻ ടൈപ്പ് മെറ്റീരിയൽ അല്ല. അപ്പൊ എന്നെ പോലുള്ള ഒത്തിരി കുട്ടികളുണ്ട് വെളിയിൽ. അപ്പൊ അവർക്കൊരു എക്സാമ്പിൾ ആവാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എത്തുന്നത് ഹ്യൂമർ ചെയ്യുമ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കണേ, ആളുകളിലേക്ക് എത്താൻ പറ്റുന്നത്. സ്റ്റിൽ രണ്ടും ചെയ്യാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്, ഹ്യൂമറും അറ്റ് ദ സെയിം ടൈം സീരിയസും. പക്ഷെ ആ ഒരു ഇഷ്ടം ആൾക്കാരുടേത് കിട്ടുന്നത് ഹ്യൂമർ ചെയ്യുമ്പോഴാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ എടുത്തുള്ള വിളി അല്ലെങ്കിൽ ആ തമാശ ചെയ്യുമ്പോഴത്തേക്കും അത് കൊള്ളായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. ഞാൻ ഒരു ഗ്രാഫ് പോലെ ഒരു കാര്യം പറയാം. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഫഫയുടെ കല്യാണ പോസ്റ്ററാണ് ആദ്യം ഇറങ്ങുന്നത്, നിങ്ങൾ രണ്ടുപേരും. അപ്പോ അന്നെന്റെ കിളി പോയ ദിവസം എന്തായിരുന്നു അന്നെന്റെ കിളി പോയ ദിവസമായിരുന്നു. എന്താ സംഭവം? കാരണം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് കിടന്നൊരു സമയത്ത് നിന്ന് ഫഹദ് പോലുള്ള ഒരു ആക്ടറിന്റെ കൂടെ ഒരു പോസ്റ്ററിൽ അങ്ങനെ ഒരു വലിയ ഫിഗറിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതും ഞാൻ കാണുന്നതെന്ന് പറയുന്നത് കൊച്ചിയിലെ ഏറ്റവും മെയിൻ സെന്ററിൽ ഒരു വലിയ ബാനർ, അതിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് കണ്ടെത്താൻ പോലും പറ്റാത്ത ദൂരത്തിൽ വലിപ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സഡൻലി ഞാൻ എന്നെ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ തന്നെ ആണോന്നാണ് ആദ്യമേ നോക്കിയത്. അതെനിക്ക് ഭയങ്കര കിളിയും പറന്ന് വേറെ പോയൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ ഈ പോസ്റ്റർ ആദ്യം ഇറങ്ങിയപ്പോ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്രേസ് ഇത് മറ്റേ ഹാപ്പി വെഡിങ്ങിൽ ആ ഹ്യൂമർ ചെയ്ത കുട്ടിയല്ലേ, ഇവരെങ്ങനെ ഫഹദിന്റെ കൂടെ പിടിച്ചു നിൽക്കും? അത് ജെന്യുവൻലി അന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ കുട്ടി പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഈ കുട്ടി എന്തിനാ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രേസ് കയറി വരുന്ന സമയത്ത്, കാറ് പറക്കിയത് കയറി വരുന്ന സമയത്ത് നമ്മുടെ താഴത്ത് അക്കൗണ്ട്സിലിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ട്. അവർ ചോദിച്ചത് ഇന്നലെ കുമ്പളങ്ങിയിലെ ഫഹദിന്റെ ഭാര്യയല്ലേ ഗ്രേസ് അല്ലേ, മറ്റേ ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും ഡയലോഗ് പറയുന്നത് ചേച്ചിയല്ലേ എന്നാ പറയുന്നത്. അത് വല്ലാത്തൊരു ഗ്രാഫാ, അത് വല്ലാത്തൊരു ഗ്രോത്താ. ഈ കുമ്പളങ്ങി കൈ കിട്ടുമ്പോഴേ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്നോ ഇത് എൻ്റെ ഒരു ഡു ഓർ ഡൈ ആണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കരിയർ ചേഞ്ച് ആണ്, ഇവിടെ ഞാൻ വർക്ക് ചെയ്യണം. അതുണ്ടായിരുന്നോ 2019? ഇല്ല. കാരണം ഞാനൊരു പൊട്ടിക്കുട്ടിയായിരുന്നു ആ സമയത്ത്. നമുക്കതിന്റെ വലിപ്പം അറിയില്ല, സീരിയസ്ലി അതിന്റെ വലിപ്പം അറിയില്ല. ശ്യാമേട്ടൻ വിളിക്കുന്നു, അന്നേരം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാം ഡാൻസ് ടീച്ചറായിട്ട്. അപ്പം അവിടെ നിന്ന് ലീവ് കിട്ടുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പം ഞാൻ പോയിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ലീവ് എടുത്തു. അങ്ങനെ പോയി എന്നോട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഓഡീഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്, വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെന്നു, പാരൻസ് ഒക്കെ ആയിട്ടാണ് ചെന്നത്. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യം ഓഡീഷന് പോയേക്കണത് ഹാപ്പി വെഡിങ്ങിൻ്റെ, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓഡീഷന് പോണേ. അപ്പോൾ അങ്ങനെ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, നല്ല സുന്ദരികളായ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, ഞാനിനി ഇപ്പോൾ എന്ത് പെർഫോം ചെയ്യുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. അപ്പം ചെന്നു, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓഡീഷൻ ക്ലിപ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര നെർവസാണ് ചെന്ന്, കാരണം നമ്മൾ കാണുന്ന ഫിഗേഴ്സ് എല്ലാം വലിയ വലിയ ഫിഗേഴ്സാണ്. ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, മധുവേട്ടൻ, ഉണ്ണിച്ചേച്ചി, ചേച്ചി. അപ്പം ഇവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ, ഞാൻ ഉറപ്പിച്ച് എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഉറപ്പിച്ച് ഞാൻ അങ്ങനെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ ക്ലിപ്സ് അല്ലെങ്കിൽ ഓരോ ഇത് കഴിയും തോറും ഇവരെന്തോ എന്നിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവരെന്നെ കളിയാക്കാൻ വേണ്ടി പിന്നെ വിളിക്കുന്നതാണോ എന്നാണ് എൻ്റെ മനസ്സിൽ പോണത്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുവാണ് നാച്ചുറലായിട്ട്. കരയണമെങ്കിൽ നമ്മളങ്ങ് കരയുക, ചിരിക്കണമെങ്കിൽ നമ്മളങ്ങ് ഉള്ളു തുറന്ന് ചിരിക്കുക. അപ്പൊ അതിനൊരു ഇൻസിഡന്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇവര് നമുക്ക് തരുന്നൊരു ഹിന്റ് ഉള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഇൻസിഡന്റ് തരും. നമ്മളങ്ങനെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇന്നാവുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്ത് കണ്ടാലറിയാം ഗ്രേസിന് വെൽക്കം ടു കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ സീരിയസ്ലി എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ പൊട്ടിക്കുട്ടിയുടെ അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന മുകളിലേക്ക്, മധുചേട്ടൻ മുകളിലിരിക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ക്യാരക്ടർ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഒരു ബാൽക്കണിയിൽ ചേട്ടൻ ഇരിക്കുവാണ്, ഞാൻ അടുത്തേക്കില്ല. അപ്പോഴും ഞാൻ ചേട്ടൻ ഞാനുണ്ടോ എന്നാണ് ചോദിക്കണം. പറഞ്ഞു ഗ്രേസ് ഉണ്ട്, ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് എനിക്ക് ക്യാരക്ടർ ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്, ഇങ്ങനെ ഫഹദ് അഭിനയിക്കുന്നത്. അപ്പം സീരിയസ്ലി ഓക്കെ, അപ്പം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു.
വീട്ടിലേക്ക് പോരുന്ന വഴി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് സിനിമ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടിയെന്നുള്ളത്. ലൊക്കേഷനിൽ ചെല്ലണ വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടിയെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വലിപ്പം നമ്മൾ കാണുന്നത്. കാരണം അത്രയും നാളും അഭിനയിച്ച സിനിമകൾ പോലത്തെ ഒരു സെറ്റ് ആയിരുന്നില്ല അത്. എല്ലാവരും ഫാമിലി പോലെ, ഒരു വലിപ്പ ചെറുപ്പം അവിടെ ഇല്ല. പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അഭിനയിക്കുവാന്ന് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് പണിയെടുക്കുന്ന ഫീലില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കനം ഫീൽ ചെയ്യണമല്ലോ. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്തോ, ഇതാണ് ഡയലോഗ്, അങ്ങ് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നന്നായത്. ശരിക്കും അങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നന്നായത്. സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ എൻ്റെ പോഷൻ കണ്ടില്ല, ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു. സ്റ്റിൽ എല്ലാ ദിവസവും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായതും. പിന്നെ ഞാൻ വിളിച്ചിട്ട് മച്ചാനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത്. പറന്നുപോവും എനിക്ക് അതുപോലെ തന്നെയാണ്. സ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന അതേ ഫീല് തന്നെയാണ് പറന്നുപോവ് ചെയ്തപ്പോഴും. കാരണം പുതിയൊരു ഇൻഡസ്ട്രിയാണ്, പുതിയ സെറ്റ് ഓഫ് ആൾക്കാരാണ്, അറിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ ബിഗ് നെയിംസ് എല്ലാം കണ്ട് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവിടെ കുമ്പളങ്ങിയിൽ ഞാൻ ഇരുന്ന് കണ്ട അതേ ഫീല് തന്നെ എനിക്ക്. അപ്പോൾ ഞാൻ രാം സാർ പറഞ്ഞു, സാർ ഇത് ഇത്രയും വലിയ പടമൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അതിന്റെ പെട്ടെന്നൊരു സാധനം കിട്ടിയെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ ഇവരിതായിരുന്നല്ലേ. ചില ആൾക്കാർ വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പേര് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ആളെ മനസ്സിലായില്ല, ഇത് ഇന്ന ആളാന്ന് പറയുമ്പോൾ അയ്യോ ഇല്ലേ, ആ സാധനം കിട്ടൂലേ. അതെനിക്ക് അടിക്കണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം കുമ്പളങ്ങി എന്ന് പറയുന്നത് എനിക്ക് ആഫ്റ്റർ റിലീസാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫ് മാറിയത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് റിലീസ് കഴിഞ്ഞിട്ടാണ്.